സീറ്റ് വിഭജന ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിൽ വിള്ളൽ വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഇവിടെ സീറ്റ് വിഭജനം അവിടെ നിൽക്കട്ടെ, ഇതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ വിള്ളലുകൾ വീഴുന്നത് എന്നത് ഈ പാർട്ടികൾ മനസ്സിലാക്കണം. കാരണം വർഗീയതയ്ക്കെതിരെയുള്ള ഒരു ഐക്യ മുന്നണി എന്ന രീതിയിലാണ് ഇന്ത്യ മുന്നണിയെ പ്രൊജക്റ്റ് ചെയ്യുന്ന പൊതുവെ. പക്ഷേ ഇതിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഴിച്ചുള്ള ഏത് കക്ഷിയാണ് ചരിത്രത്തിൽ എല്ലാ കാലത്തും ഇപ്പം സാങ്കേതികമായി BJP വർഗീയ പാർട്ടിയാണ് എന്ന ഒരു നിഗമനത്തിലാണല്ലോ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ BJPയോട് ഒരു കാലത്തും ചരിത്രപരമായി ഒരു കാലത്തും സഖ്യത്തിൽ ഏർപ്പെടാത്ത എത്ര കക്ഷികൾ ഇന്ത്യ മുന്നണിയിലുണ്ട് എന്നതൊരു നിരീക്ഷണ വിധേയമാക്കുന്നത് രസകരമായിരിക്കും. ഒരു പാർട്ടിയുമില്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ 77-ലെ ജനതാ ഗവൺമെന്റിൽ, അന്ന് ജനതാ പാർട്ടി എന്ന് പറയുന്നത് പല കക്ഷികൾ 4-5 കക്ഷികളുടെ, അതിൽ സംഘടനാ കോൺഗ്രസിന്റെ വിഭാഗമുണ്ട്, സോഷ്യലിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ ഏറ്റവും വലിയ വിഭാഗമായിരുന്നു ഭാരതീയ ജനസംഘം, അതുപോലെ ലോക്ദൾ ഉണ്ടായിരുന്നു ചരൺ സിംഗിന്റെ പാർട്ടി, അങ്ങനെ കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന ജഗ്ജീവൻ റാമിന്റെ പാർട്ടിയുണ്ട്. ഇങ്ങനെ പല പാർട്ടികളെ ലയിച്ചുണ്ടായ ഒരു കോൺഫെഡറൽ സംവിധാനമായിരുന്നല്ലോ ജനതാ പാർട്ടി എന്ന പേരിലുണ്ടായിരുന്നത്. ആ പാർട്ടിയോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നേരിടുകയും മത്സരിക്കുകയും അധികാരത്തിന്റെ അതുമായി സന്ധി ചെയ്ത് നിന്ന ഒരു കക്ഷിയല്ലേ ഇപ്പോഴത്തെ CPI-യും CPM-ഉം എല്ലാം തന്നെ. അപ്പോൾ അവിടെ BJPയും അതിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഒരുമിച്ച് ഭരണത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നതല്ല വിഷയം. അത് മാത്രമല്ല പിന്നീട് വന്ന പല സർക്കാരുകളിലും പുറമേ നിന്നുകൊണ്ട് പിന്തുണച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് കോൺഗ്രസ് വിരോധമായിരുന്നു ഇവരെല്ലാം ഒരുമിപ്പിച്ച് നിർത്തിയിരുന്നത്. അപ്പോൾ ഇപ്പോൾ BJP വിരോധം അത് വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നറേറ്റീവാണ്. ഇനി സോഷ്യലിസ്റ്റുകളുടെ കാര്യം എടുക്കൂ. സോഷ്യലിസ്റ്റുകൾക്കൊരു പ്രത്യയശാസ്ത്രം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ശ്രീ ജയപ്രകാശ് നാരായണനും റാം മനോഹർ ലോഹ്യയും ഒക്കെ ഉയർത്തിയ ഒരു സോഷ്യലിസ്റ്റ് ചിന്താധാരയുടെ വലിയ തട്ടകമായിരുന്നല്ലോ ബീഹാർ ശ്രീ സലിം മടവൂർ ഉൾപ്പെടെ പ്രതിദാനം ചെയ്യുന്ന RJDയുടെ ഒരു പൂർവ്വരൂപം എന്ന് പറയുന്ന സോഷ്യലിസ്റ്റുകളാണ്. അതുപോലെ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡിൻ്റെയും പൂർവ്വരൂപം സോഷ്യലിസ്റ്റുകളാണ്. അതുപോലെ ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി, മുലായം സിംഗിൻ്റെ പാർട്ടി, അത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പിന്മുറക്കാരാണ്. അതുപോലെ ബിജു ജനതാദൾ എന്ന ഒറീസയിലെ പാർട്ടി, അത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പിന്മുറക്കാരാണ്. അങ്ങനെ നോക്കുമ്പോൾ കർണാടകത്തിലെ ദേവഗൌഡയുടെ പാർട്ടി, HD കുമാരസ്വാമിയുടെ പാർട്ടി, ഇതെല്ലാം തന്നെ സോഷ്യലിസ്റ്റുകളാണ്. അപ്പം കമ്മ്യൂണിസ്റ്റ് അല്ല, ഒരു സോഷ്യലിസ്റ്റ് സ്പേസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ സോഷ്യലിസ്റ്റുകൾ എക്കാലത്തും എവിടെയാണോ അധികാരം, ആരോടൊപ്പം ചേർന്ന് നിന്നാൽ അധികാരം പങ്കിടാം എന്ന രീതിയിൽ മാറിയും മറിഞ്ഞുമല്ലേ നിലപാട്. നോക്കൂ, ദേവഗൌഡ ഇപ്പോൾ BJPയുമായി ചേർന്നിരിക്കുന്നു. വളരെ ഒന്നാന്തരം സെക്യുലർ ക്രെഡൻഷ്യൽസ് ഉള്ള ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി കൂടിയാണ് HD ദേവഗൌഡ. ഓർക്കുക, ലാലു പ്രസാദ് യാദവിനെ ഞാൻ ആ കൂട്ടത്തിൽ നിന്നും ഭാഗികമായി മാറ്റി നിർത്തുന്നു. കാരണം LK അദ്വാനിയുടെ രഥയാത്രയെ ബീഹാറിൽ വെച്ച് തടയാൻ ആർജവം കാട്ടിയ ഒരു നേതാവാണ് രാഷ്ട്രീയ ജനതാദളിന്റെ നേതാവ് കൂടിയായ ലാലു പ്രസാദ് യാദവ്. ലാലു പ്രസാദ് യാദവ് അതുമുതൽ കൺസിസ്റ്റൻ്റായി ഒരു BJP ഒരു നിലപാട് സ്വീകരിച്ചു. പക്ഷെ മറ്റ് ആളുകൾക്കൊന്നും ഇന്ത്യ മുന്നണിയിൽ ഇന്നുള്ള DMK ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ DMKയും AIADMKയും ഇപ്പം മാറിയും മറിഞ്ഞും BJPയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ. അതുപോലെ ആന്ധ്രാപ്രദേശിൽ പ്രത്യേകിച്ച് ജഗൻമോഹൻ റെഡ്ഡിക്ക് ആരോടൊപ്പവും ചേരാം, അതിന് യാതൊരു എളുപ്പം തോന്നേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. അതുപോലെ മഹാരാഷ്ട്രയിലെ ശിവസേനയ്ക്ക് ഇപ്പോൾ 2 ഗ്രൂപ്പുകളുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ BJPയുടെ കൂടെയായിരുന്നല്ലോ ഏറെക്കാലം. അപ്പോൾ ആ പാർട്ടി ഇപ്പോൾ അതിൻ്റെ ഒരു വിഭാഗം ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ ഇതാരാണ്? BJP എന്ന പാർട്ടി തൊട്ടുകൂടായ്മയുടെ പാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണ് എന്ന് ഇപ്പോൾ പറയുന്ന മുൻ ആളുകൾ, പല നേതാക്കളും പല പാർട്ടികളും മുൻകാലങ്ങളിൽ BJPയുടെ സഖ്യകക്ഷികളായിരുന്നു, NDAയുടെ തന്നെ പാർട്ട്നേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് വർഗീയതയോടുള്ള ഒരു വിരോധത്തിൽ ഇന്ത്യ മുന്നണിയിൽ വരുന്നത്? അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു പ്രായോഗികതയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് അനന്തമായ സാധ്യതയുടെ കലയാണ് രാഷ്ട്രീയം. അതുകൊണ്ട് പ്രായോഗിക രാഷ്ട്രീയത്തിൽ മുന്നിൽ കാണിക്കാൻ പ്രത്യയശാസ്ത്രം ഇല്ലാതെ വരുമ്പോൾ വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നിലയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിതീഷ് കുമാറിനെ തന്നെ നോക്കൂ, അതിശക്തമായി ഇന്നലെ വരെ, കഴിഞ്ഞ ആഴ്ച വരെ അതിശക്തമായി വർഗീയതയ്ക്കെതിരെ പ്രതികരിച്ച ഒരാൾ ഇപ്പോഴെങ്ങനെയാണ് അതിൻ്റെ ഭാഗമായി വരാൻ സാധിക്കുക? അപ്പോൾ ഇതിനകത്ത് ഈ പുറമേ പറയുന്നതിനകത്ത് രാഷ്ട്രീയ സദാചാരത്തിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ അധികാര രാഷ്ട്രീയം തന്നെയാണ് വരുന്നത്.